അഫ്ഗാനിസ്ഥാൻ, ബർമ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ട്രംപ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ക്യൂബയെ കൂടാതെ ബുറുണ്ടി, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനിസ്വേല എന്നിവയാണ് ഭാഗിക വിലക്കുള്ള രാജ്യങ്ങൾ. വിലക്ക് പ്രകാരം അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് നടപടികൾ കൂടുതൽ കർശനമാക്കും. രാജ്യത്തിന് ഉയർന്ന അപകടസാധ്യതയ്ക്ക് കാരണമാകുന്ന രാജ്യങ്ങൾക്കാണ് പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ജൂൺ 9 മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും. വിദേശ ഭീകരരിൽ നിന്നും മറ്റ് സുരക്ഷാ ഭീഷണികളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. വിസ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. പര്യാപ്തമായ സ്ക്രീനിംഗ് ഇല്ലാതിരിക്കുക, തീവ്രവാദ ബന്ധങ്ങൾ, US ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റുമായുള്ള സഹകരണമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാണ് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ നിയന്ത്രണവും ഇറാൻ, ക്യൂബ എന്നിവിടങ്ങളിലെ ഭരണകൂട ഭീകരതയും, ബൈഡന്റെ ഭരണകാലത്ത് ഹെയ്തിയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് നിയന്ത്രണങ്ങൾക്ക് കാരണമെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം.